2 ദിവസങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും ക്ലാസ്സിന് പോയി തുടങ്ങി. വന്ന് മുഖം കാണിച്ചിട്ട് 2-3 ദിവസം വീണ്ടും താൻ എവിടെ പോയിരുന്നു? തരുൺ സർ ക്ലാസ്സിൽ നോട്ട്സ് കൊടുക്കുന്നതിനിടയിൽ ചാരുവിന്റെ അടുത്ത് വന്നു നിന്നുകൊണ്ട് ചോദിച്ചു. സുഖമില്ലായിരുന്നു സർ, അതാ. ക്ലാസ് കഴിഞ്ഞ് എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. താൻ സ്റ്റാഫ് റൂമിലേക്ക് വരുമോ? എന്തിനാണ് സർ? ഒരു അധ്യാപകൻ സംസാരിക്കണമെന്ന് പറയുമ്പോ കാര്യകാരണങ്ങളൊക്കെ അറിഞ്ഞിട്ടേ സാരിക്ക് വരികയുള്ളോ? അയ്യോ, അങ്ങനൊന്നുമില്ല, ഞാൻ വരാം. അയാൾ വീണ്ടും മുന്നോട്ട് നടന്ന് നോട്ട്സ് പറഞ്ഞുകൊണ്ടിരുന്നു. സാറിന് ഇനി എന്താ നിന്നോട് സംസാരിക്കാനുള്ളത്? എനിക്കറിയില്ല മോളെ, ആലോചിച്ചിട്ട് പേടിയാവുന്നു. എന്റെ പൊന്നു മോളെ, വല്ല അവിഹിതവും തുടങ്ങാനാണെങ്കിൽ ആദ്യമേ നല്ല മറുപടി കൊടുത്ത് ഒഴിവാക്കിയേട്ടോ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ജീവിതമാ നിനക്ക് ഇപ്പോ കിട്ടിയിരിക്കുന്നേ. കാണാൻ ഒടുക്കത്തെ ലുക്കും ഫിനാൻഷ്യലി ഇത്രയും ഹൈ സ്റ്റാറ്റസിൽ നിൽക്കുന്ന മാളിയേക്കൽ തറവാട്ടിലെ ആദിദേവിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടുക എന്നത് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. വെറുതെ അങ്ങനെയുള്ളൊരു ജീവിതം നശിപ്പിക്കണ്ട. അമ്മുവിന്റെ വാക്കുകൾ അവരുടെ ഉള്ളിൽ വേദനയാണ് ഉണ്ടാക്കിയത്. പണത്തിലും സൗന്ദര്യത്തിലും ഒന്നുമല്ല സന്തോഷമെന്ന് പറയണമെന്ന് അവൾക്ക് തോന്നിയെങ്കിലും ചാരു അപ്പോൾ മൗനം പാലിച്ചു. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തെ പോയി കാണണ്ട എന്നാണോ നിങ്ങൾ പറയുന്നേ? ഏയ്, കാണാതിരുന്നിട്ട് കാര്യമില്ല. എന്താണ് സാറിന് പറയാനുള്ളതെന്ന് അറിയണമല്ലോ. മൂപ്പരുടെ ഉദ്ദേശം വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിന് നല്ല മറുപടി കൊടുത്ത് അത് അവിടെ തന്നെ അവസാനിപ്പിച്ചോണ്ടി. അമ്മ അവൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. എന്റെ അമ്മോ, നീ ഒന്ന് നിർത്തിക്കേ. അവളല്ലെങ്കിലേ ടെൻഷൻ അടിച്ച് നിൽക്കാം. നീ ഓരോന്ന് പറഞ്ഞത് കൂട്ടല്ലേ. കാർത്ത് ചാരുവിന്റെ തോളിൽ കൈയിട്ടു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞവർ 3 പേരും കൂടെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. കാർത്തവും അമ്മവും പുറത്തു നിന്നു. ചാരു അകത്തേക്ക് കയറി. വരൂ സാരംഗി, ഇരിക്ക്. അവൾ അവിടെ ചുറ്റിലും നോക്കി. മറ്റു അധ്യാപകരുടെ സീറ്റെല്ലാം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്ന് ഹെഡ് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ബാക്കിയുള്ള ടീച്ചേഴ്സ് എല്ലാം അവിടേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഞാൻ തന്നോട് സംസാരിക്കാൻ വേണ്ടി ഇവിടേക്ക് തന്നെ വരാൻ പറഞ്ഞത്. എന്താണ് സാറിന് പറയാനുള്ളത്? എനിക്ക് വേഗം പോകണമായിരുന്നു. ഇങ്ങനെ നിൽക്കാതെ തല ചെയറിലിരിക്കടോ. എനിക്ക് ഇന്നലെ തന്റെ കൂട്ടുകാരി നന്ദനെ വിളിച്ചിരുന്നു. അവൾ തന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആക്ച്വലി ഞാനിതേക്കുറിച്ച് ഇനി ഒന്നും സാരംഗിയോട് പറയേണ്ട എന്ന് തീരുമാനിച്ചിരുന്നതാ. കാരണം താനിപ്പോ മറ്റൊരു പുരുഷന്റെ ഭാര്യയാണ്. അവിടെ തുറന്നു പറയാതെ പോയ എന്റെ പ്രണയത്തിന് വിലയില്ലല്ലോ. പക്ഷേ എത്ര തന്നെ ശ്രമിച്ചിട്ടും നിന്റെ ഈ മുഖം എന്റെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ എനിക്ക് കഴിയുന്നില്ല. അമ്മ എന്നും ഓരോ ആലോചനയുമായി എന്റെ അടുത്തേക്ക് വരും. പക്ഷേ ഏത് ഭംഗിയുള്ള പെൺകുട്ടിയെ കണ്ടാലും നിമിഷങ്ങൾക്കകം എന്റെ ഉള്ളിൽ നീ നിറയും. മനഃപൂർവ്വമല്ല. എല്ലാം മറന്നു പുതിയൊരു ജീവിതം തുടങ്ങാൻ ഞാൻ കുറെ ശ്രമിച്ചതാ. പക്ഷേ കഴിയുന്നില്ല. നിനക്ക് എന്നോടുള്ള ഇഷ്ടം അറിഞ്ഞിട്ടും അത് അവഗണിച്ചത് ഞാനല്ലേ. എന്റെ മനസ്സിൽ ഞാൻ കാരണം നീ പഠിത്തത്തിൽ പുറകോട്ട് പോകരുതെന്നായിരുന്നു. നീ നിന്റെ ജീവിതത്തിലും കരിയറിലും ഉയരത്തിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അങ്ങനെ ചിന്തിച്ചത് എനിക്ക് ഇങ്ങനെയൊരു തീരെ നഷ്ടം നൽകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചാരുവിന് മറുപടി പറയാൻ പോലും ഒരവസരം നൽകാതെ അയാൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ നിറഞ്ഞ കണ്ണുകളും ഇടറുന്ന ശബ്ദവും അവളോടുള്ള പ്രണയത്തിന്റെ ആഴം അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതായിരുന്നു. സർ, പ്ലീസ് സ്റ്റോപ്പ്. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് സാറിന് ഇഷ്ടമുള്ളൊരു സമയം ഉണ്ടായിരുന്നു. സാറിനെ വിവാഹം കഴിക്കണമെന്നും നിങ്ങളോടൊപ്പം എന്റെ പ്രണയം പങ്കിടണമെന്നൊക്കെ അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ രാത്രികളിൽ നിങ്ങളുമായുള്ള പ്രണയരംഗങ്ങൾ ഞാൻ കിനാവ് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെ ഒട്ടും പരിഗണിക്കാത്ത നിങ്ങളുടെ പെരുമാറ്റം കണ്ടപ്പോ എന്റെ ആ സ്വപ്നം മുളയിലെ ഞാൻ നുള്ളിക്കളഞ്ഞു. അർഹിക്കാത്തതൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ശീലം പണ്ട് മുതലേ സാരംഗിക്കില്ല. നന്ദൻ എന്നോട് വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? ചാരു ഞെട്ടലോടെ ചോദിച്ചു. അല്ല, താനും ആദിസാറും തമ്മിലുള്ള വിവാഹ ജീവിതം അത്ര രസത്തിലല്ല എന്ന കാര്യം. ഉടനെ തന്നെ ഈ ബന്ധം അവസാനിക്കുമെന്നും നിന്നെ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും രക്ഷിക്കണമെന്നുമൊക്കെ. വേറെന്താ അവൾ പറഞ്ഞത്? വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ, ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. ഇനിയിപ്പോ അതോ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. അത് മറ്റാരുമായും പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേണ്ട, അതൊന്നും എനിക്കറിയണ്ട. പക്ഷേ നമ്മുടെ കാര്യത്തിൽ ഞാനൊരു ഹോപ്പ് വെച്ചോട്ടെ. അയാൾക്ക് എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ ചാരു മൗനിയായി നിന്നു. ഇപ്പോൾ തന്നെ എനിക്കൊരു മറുപടി തരേണ്ട. നമ്മൾ എന്നും കാണുന്നവരല്ലേ. എന്നാണോ നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ തോന്നുന്നത് അന്ന് പറഞ്ഞാൽ മതി. എന്റെ ഹൃദയത്തിന്റെ ഒരു വാതിൽ എന്നും നിനക്കായി ഞാൻ തുറന്നിട്ടിരിക്കും. ചാരു ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അവളുടെ ഉള്ളിൽ നന്ദുവിനോട് നീരസം തോന്നിയിരുന്നു. കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവൾക്ക് വിളിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. എന്താടി, എന്താ നീ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നേ? എന്താ സാർ പറഞ്ഞത്?
മൂപ്പർക്ക് എന്നെ പെരുത്ത് ഇഷ്ടാണെന്ന്. അതെന്നെ. അയാൾക്ക് എന്താ വട്ടുണ്ടോ? വിവാഹം കഴിഞ്ഞ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കാൻ? പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നീ? അതുപോലെ തന്നെ ഒരാളോട് ആത്മാർത്ഥ പ്രണയം തോന്നിയാൽ അയാളുടെ സാഹചര്യവും സന്ദർഭവും ഒന്നും മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല. ഹോ, നീ ആ വിഹിതത്തെ സപ്പോർട്ട് ചെയ്യാണോ? ഏയ്, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ല. ഒന്ന് നിർത്തിക്ക രണ്ടും. ഞാൻ തൽക്കാലം ഒരു വിഹിതത്തിനും പോകുന്നില്ല. ഇത് തുടങ്ങി വെച്ച ഒരാളുണ്ട്, അവളെ കൊണ്ട് തന്നെ ഞാൻ ഇത് അവസാനിപ്പിച്ചോളാം. ഷാരു ഫോണിൽ നന്ദുവിന്റെ നമ്പർ ഡയൽ ചെയ്ത് ബാഗ് തോളിലേക്ക് ഒന്നുകൂടി വലിച്ചിട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു. ഹലോ, എന്താ നിന്റെ ഉദ്ദേശം? ഷാരു, നിന്റെ ഈ വിളിയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. തരുൺ സാറിനോട് നിന്നോട് സംസാരിച്ചോ? എനിക്ക് അത്രയും പ്രിയപ്പെട്ടവളും എന്നെ മനസ്സിലാക്കുന്നവളും ആയതുകൊണ്ടാണ് ഞാൻ എന്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും നിന്നോട് പറയുന്നത്. അതിങ്ങനെ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടക്കുകയാണോ നീ ചെയ്യുന്നത്? നീ പറഞ്ഞൊരു തേങ്ങയും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ നിന്നെ എങ്ങനെയെങ്കിലും ആ കാലിന്റെ കയ്യിൽ നിന്നും ഞാൻ രക്ഷിക്കും. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. നന്ദു പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ വിചാരിക്കുന്ന പോലെയൊന്നും നടക്കില്ല. നടക്കും, ഞാൻ നടത്തും. നിനക്കിതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നന്ദു, ഞാൻ പറയുന്നതൊന്ന്. നീ ഒന്നും പറയണ്ട, ഞാൻ കട്ടൊക്കെയാണ്. ശരിയെന്നാ. ഇപ്പോഴെങ്കിലും നിനക്ക് ബോധ്യമായോ ഞാൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു വിവാഹം കഴിച്ചതെന്ന്? നീ പറയുന്നതൊക്കെ സത്യമാണോ ദേവ്? അതെ ഇഷ, ഇനിയും നിനക്ക് എന്നെ വിശ്വാസമായില്ലെങ്കിൽ നീ വാ, നമുക്ക് നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോവാം. എന്റെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങളൊന്നും നിഷേധിക്കാൻ എന്തായാലും അദ്ദേഹത്തിന് കഴിയില്ല. വേണ്ട, എനിക്ക് നിന്നെ വിശ്വാസമാണ്. അവൾ അവന്റെ അരികിലേക്ക് ചേർന്ന് നിന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അപ്പോ എനിക്ക് ഈ ജന്മം ഒരു അമ്മയാവാൻ കഴിയില്ലേ? അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി. അതൊക്കെ ദൈവനിശ്ചയമല്ലേ. പിന്നെ അമ്മയാവുക എന്നതല്ലല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. എന്റെ വീട്ടുകാരെ സംബന്ധിച്ച് മാളേക്കൽ സാമ്രാജ്യത്തിന് എന്റെ ചോരയിലൊരു കുഞ്ഞിനെ വേണം. അവരുടെ ആവശ്യം ന്യായമായതുകൊണ്ടും എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഈ കമ്പനി ഒന്നുമല്ലാതായി പോരുതെന്നുള്ളതുകൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. എന്നിട്ട് അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ് അവളെ ഒഴിവാക്കാൻ എന്റെ വീട്ടുകാർ സമ്മതിക്കുവോ? ഒരിക്കലുമില്ല. പക്ഷേ ഡെലിവറി കഴിഞ്ഞാൽ അവളായിട്ട് തന്നെ എന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോവും. അവൾക്ക് എന്നെയും കുഞ്ഞിനെയും വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ വീട്ടുകാർക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. ആ സമയം നിന്റെ കാര്യം വീണ്ടും ഞാൻ അച്ഛനോട് പറയും. അപ്പോ അമ്മ ഉപേക്ഷിച്ചു പോയ ചോരക്കുഞ്ഞുമായി നിൽക്കുന്ന എന്നെ അതിനെ സമ്മതിക്കുകയല്ലാതെ അച്ഛന് വേറെ വഴിയുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഒന്നിച്ച് ജീവിക്കും. നമ്മൾ സ്വപ്നം കണ്ട നമ്മുടെ മാത്രം ലോകത്ത്. അവന്റെ നെഞ്ചിൽ കിടക്കുന്ന ഇഷയെ അവൻ ഒന്നുകൂടെ അവന്റെ ശരീരത്തിലേക്ക് അമർത്തി പിടിച്ചു. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോ 6 മാസമൊക്കെ കഴിയാനായില്ലേ? എന്തിനാ പിന്നെ ഇതിങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നേ? എത്രയും പെട്ടെന്ന് കാര്യം നടത്തി ആ ശല്യത്തെ ഒഴിവാക്കിക്കൂടെ? എനിക്ക് അവകാശപ്പെട്ട സ്ഥാനത്ത് അവൾ എങ്ങനെ നിന്റെ ഭാര്യയായി വിളിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ഓരോ കാരണങ്ങൾ കൊണ്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞു പോയതാ. പിന്നെ നിന്റേതല്ലാതെ വേറൊരു പെണ്ണിന്റെ ശരീരത്തിൽ തൊടാൻ എനിക്ക് പറ്റണ്ടേ? അതിനെന്റെ മനസ്സ് പാകപ്പെടുത്താൻ സമയമെടുത്തു. എന്തായാലും ഇനി വെച്ച് താമസിപ്പിക്കണ്ട. എന്നും അവളെ കണ്ടു ഇനിയെങ്ങാനും നിനക്ക് അവളുടെ പ്രണയം തോന്നി തുടങ്ങിയാലോ? തുടരും.